പുതിയ തലമുറയെ സംബന്ധിച്ചിട്ടുള്ള ആലോചനയിലൂടെ മാത്രമേ സംസ്കാരത്തെ സംബന്ധിച്ചുള്ള ഏത് നയരൂപീകരണത്തിനും ഇനി അങ്ങോട്ട് അർത്ഥമുള്ളൂ എന്ന് മാഷ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു 2030 അല്ലെങ്കിൽ 2031 വിഷൻ 2031 എന്നാണ് നമ്മളുടെ ഈ സെഷന്റെ പൊതുവായ ടൈറ്റിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2031 എന്ന വർഷത്തിൽ എത്തുമ്പോഴേക്കും കേരളത്തിൽ സാംസ്കാരികമായ ഒരു വലിയ വിച്ഛേദം സൃഷ്ടിക്കപ്പെടും എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരു തലമുറ മാറ്റം തന്നെ ആയിരിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. ജെൻസി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന 96-നും 2010-നും ഇടയിൽ ജനിച്ച കുട്ടികൾ മുഖ്യധാരയാവുന്ന ഒരു കാലം കൂടിയായിരിക്കും 2030-31 എന്നുള്ളത്. അതുകൊണ്ട് ആ തലമുറയെ സംബന്ധിച്ചുള്ള 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ 5 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ അവതരണം അവസാനിപ്പിക്കാം. 2031 ആവുമ്പോൾ ഏകദേശം 35 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള സമൂഹത്തിലെ മുഖ്യധാര എന്നത് ഇന്ന് നമ്മൾ ജെൻസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പായിരിക്കും. ഈ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ ഇടയിൽ വളരെ സജീവമാണ്. നേപ്പാളിലെ നടന്ന പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജെൻസി പൊളിറ്റിക്സിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ട് നമ്മുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. ലോകമാസകലം ഇങ്ങനെ ജനറേഷൻ സെഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു തലമുറയുടെ നേതൃത്വത്തിൽ പല നിലയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ അസംഘടിതമായ നിലയിൽ നടക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജനറേഷൻ മുഖ്യധാരയിലേക്ക് വരുന്ന കാലാണ് 2030-31 ആവാനുള്ള സാധ്യത. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പ്രദായികമായ സാംസ്കാരിക നയരൂപീകരണങ്ങളിൽ നിന്ന് അല്പം വ്യതിചലിച്ചുകൊണ്ട് ഈ മുഖ്യധാരയാവാൻ പോകുന്ന ഈ തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നയരൂപീകരണം നമുക്ക് രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ദൗർഭാഗ്യവശാൽ ഈ സെഷനിൽ പോലും അവരിൽ നിന്ന് ഒരു പ്രതിനിധി പോലും ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് താരതമ്യേന ജൂനിയർ എന്നുള്ള നിലയിൽ ഞാൻ 1-2 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് പൊതുവെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരമ്പര്യ സദാചാര സാമൂഹിക മൂല്യങ്ങളെല്ലാം തന്നെ പിന്തള്ളപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. നമ്മൾ സാംസ്കാരിക അധപ്പതനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ പിന്തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുടുംബം അടക്കമുള്ള സ്ഥാപനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയോ വിമർശനവൽക്കരിക്കപ്പെടാനോ സാധ്യതയുണ്ട്. അതിനാക്കം കൂട്ടുകയും വേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ ഒട്ടും വിമർശന വിധേയമാകാത്ത ഒരു സ്ഥാപനമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ കുടുംബ വിമർശനം എന്നതോ കുടുംബം തള്ളപ്പെടുക, അങ്ങനെ നമ്മുടെ ഒരു പാരമ്പര്യ സദാചാര മൂല്യങ്ങളൊക്കെ വലിയ നിലയിൽ ചോദ്യം ചെയ്യപ്പെടും. സൗന്ദര്യാത്മകമായി തന്നെ വലിയൊരു ഷിഫ്റ്റ് 2030 രൂപപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഉൾച്ചേരൽ സ്വഭാവം കൂടുതൽ വളരും. അതേപോലെ സ്വാഭാവികമായിട്ട് കുടിയേറ്റം സ്വാഭാവികമാവുകയും ചെയ്യുമെന്ന് തോന്നുന്നു, ജനറലി പറയുകയാണെങ്കിൽ. അപ്പൊ ഇതിനെ നമ്മൾ അഡ്രസ് ചെയ്യാം. ഇത് വളരെ പോസിറ്റീവായ ഒരു മാറ്റം എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത്. ഇതിനെ നമ്മൾ അഡ്രസ് ചെയ്യാൻ പാകത്തിനുള്ള ചില നയരൂപീകരണങ്ങൾ സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. മറുഭാഗത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഷിഫ്റ്റിന്റെ ഒരു എന്താ പറയാ ഋണാത്മകമായ ഒരു വശം എന്ന് പറയുന്നത്, ഒന്ന് സാമൂഹികത എന്ന് പറയുന്ന വലിയ നിലയിൽ കൈമോശം വരും എന്നത് തന്നെയാണ്. ഇപ്പോ ഫൂക്കോ സെൽഫ് ഓൺട്രപ്രണേഴ്സ് ഓഫ് ദ സെൽഫ് എന്ന് ഈ തലമുറയെ സംബന്ധിച്ചിടത്തോളം വിശേഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ ജെൻസി എന്നുള്ള അർത്ഥത്തിലല്ല, നവലിബറൽ മൂല്യങ്ങൾ രൂപീകരിക്കുന്ന പുതിയ വ്യക്തിത്വത്തെ അദ്ദേഹം അങ്ങനെയാണ് വിളിക്കുന്നത്. സ്വയം സംരംഭകത്വം എന്ന് വേണമെങ്കിൽ അതിനെ മലയാളീകരിക്കാൻ പറ്റും. അങ്ങനെ സ്വയം സംരംഭകരാകുന്ന വ്യക്തികൾ തമ്മിലുള്ള തർക്കത്തിലൂടെ മാത്രമാണ് സമൂഹം നിൽക്കുന്നത് എന്ന് കരുതുന്ന ഒരു സൊസൈറ്റി രൂപപ്പെട്ടു വരാനുള്ള സാധ്യത ഒരു ഭാഗത്ത് നിൽക്കുന്നു. 2, ക്രിട്ടിക്കൽ തിങ്കിങ് എന്നത്, വിമർശനാത്മക ചിന്ത എന്ന് പറയുന്നത് പൂർണ്ണമായും കൈമോശം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ധ്യാനാത്മകമായ വായനയും ധ്യാനാത്മകമായ ചിന്തയും ഒക്കെ അവസാനിക്കുകയും ഉപരിപ്ലവതകളിലും പരപ്പുകളിലും അഭിരമിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെയാണ് മാഷ് ഒരുപക്ഷെ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ച ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള പഠനവും അക്കാഡമിക് പ്രാക്ടീസസുകളും വളരെ പ്രധാനമാണ് എന്ന് പറയേണ്ടതിന്റെ ഒരു കാരണം. 3, വലതുപക്ഷ രാഷ്ട്രീയത്തിന് കിട്ടുന്ന സ്വാഭാവികമായ മേൽക്കൈയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗത്ത് സാമൂഹികത കൈമോശം വരും, വ്യക്തിവാദം വർദ്ധിക്കുകയും ചെയ്യുക, വിമർശനാത്മക അവബോധം ഇല്ലാതാവുക, വലതുപക്ഷ രാഷ്ട്രീയത്തിന് മേൽക്കോയ്മ കിട്ടുക, വംശീയത പോലെയുള്ള നിയോ ഫാസിസ്റ്റ് ആശയങ്ങൾ വലിയ നിലയിൽ കുട്ടികൾ പിടിമുറക്കുക, വയലൻസിന് അമിതമായ നിലയിൽ കാൽപ്പനികവൽക്കരിക്കുക തുടങ്ങിയ ഋണാത്മക വശങ്ങൾ മറുഭാഗത്ത് നിലനിൽക്കുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ഒരു ഷിഫ്റ്റിനെ അഡ്രസ് ചെയ്യാൻ പാകത്തിനുള്ള നയരൂപീകരണങ്ങൾ കൂടി നമ്മുടെ സാംസ്കാരിക പരിപാടികളിൽ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.